ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇത് നമ്മൾ സ്കൂളിൽ പോയ സമയത്ത് എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള താമസം കാരണം അപ്ലോഡ് ചെയ്യാഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് വെച്ചാൽ എനിക്ക് നന്ദമൂക്കമുള്ള കറിയാണ് കേട്ടോ. അതിനായിട്ട് വേറെ കറിയാണ്, നമ്മുടെ നാട്ടിലെ കറികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കൃഷിപ്പാടത്തെ കൂണ് കിട്ടിയിട്ടുണ്ട്. ഒരു പേരൻ്റ് തന്നു വിട്ടതാണ്. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഒരു കവർ നിറയെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്ര എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആവുമെന്ന് വെച്ചാൽ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇവിടെ ഇതിന് പൊട്ട് കൊടുക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനുവേട്ടന് ഓൾറെഡി പുളിശ്ശേരിയും ഉണ്ട്, മീൻ കൂട്ടാനും ഉണ്ട്. അപ്പോൾ ഞാൻ ചായക്ക് വെച്ച് ഞാൻ രാത്രിയെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ മണ്ണൊക്കെ കളയാനൊക്കെ പാടല്ലേ എന്ന് കരുതി ഞാൻ രാത്രിയെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അരിഞ്ഞു വെച്ചില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഷോൾഡർ പെയിനാണ് എനിക്ക്. ഓൾറെഡി കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല ഷോൾഡർ പെയിനാണ്. എന്നാലും ഞാൻ ചായക്ക് വെച്ചിട്ട് പയ്യെ അരിഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ എല്ലാം ചെയ്യുന്നത്. കറി ഓൾറെഡി അനുവേട്ടന് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് പയ്യെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനതെല്ലാം കുഞ്ഞായിട്ട് വളരെ ചെറുതായിട്ടാട്ടോ അരിഞ്ഞത്. നന്ദമോൾക്ക് നല്ല ഇഷ്ടമാണ് മഷ്റൂം കറി. അപ്പം അതെല്ലാം അരിഞ്ഞു. അപ്പോൾ ഒരു പേരൻ്റ് കൊടുത്തു വിട്ടേ കേട്ടോ. പെട്ടെന്ന് അയാൾ ഫോൺ വിളിച്ചിട്ട് ഇതേപോലെ കൊടുത്തു വിട്ടിട്ടുണ്ട് മിസ്സേ. അപ്പോൾ പുതിയ സ്കൂളും കൂടെ ആയതുകൊണ്ട് വലുതായിട്ട് പേരൻസുമായിട്ടൊന്നും ഇതില്ല. എന്നാലും എന്താണെന്ന് അറിയത്തില്ല, വേറെ ഏതോ ഒരു മിസ്സ് ചോദിച്ചെന്ന് തോന്നുന്നു കുട്ടികളോട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും കൂടെ തന്നു വിട്ടതാണ്. അപ്പോൾ ഒരു കവർ ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറിച്ചു. അപ്പോൾ ഇതിൻ്റെ സീസണാട്ടോ ഇവിടെ. അപ്പോൾ സീസണിലായിട്ട് നമുക്ക് കിട്ടുമ്പം ആരെങ്കിലുമൊക്കെ തരും നമുക്ക്. പിന്നെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. കൃഷിക്കാരൊക്കെ കൊണ്ടുവന്ന് റോഡിലൊക്കെ ഇട്ട് വിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ മേടിച്ചതും ഇല്ല. പിന്നെ എനിക്കും മോക്കും കൂടെ നമ്മൾ 20 രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ ഒരുപാട് കാണും. അപ്പോൾ വേസ്റ്റായി പോകുമല്ലോ എന്ന് കരുതി ഞാൻ മേടിച്ചിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം ഇരുന്ന് പയ്യെ അരിഞ്ഞു കേട്ടോ. ആക്ച്വലി പിടിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് സോഫ്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിഞ്ഞു. പിന്നെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മടിയാണ്. കാരണം പിന്നെ അങ്ങോട്ടൊരു ഓട്ടം മാത്രമേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം 5 മണി വരെ 4:30 മണി വരെ സ്കൂളിലൊരു ഓട്ടമാണ്. അത് കാരണം ചില സമയം തോന്നും സ്കൂളിൽ പോക്കൊക്കെ അങ്ങ് നിർത്തി സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കാം. പക്ഷേ 2 ദിവസം അടുപ്പിച്ച് ഹോളിഡേ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അപ്പം നന്ദമോളും അനുവേട്ടനും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാൻ ചായ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അനുവേട്ടൻ എഴുന്നേൽക്കുന്നത്. പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് നന്ദമോൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ നന്ദമോളുടെ ഓട്ടോ കേട്ടോ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അവൾക്കും എനിക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് ഫസ്റ്റ് റെഡി ആവേണ്ടത്. മോൾക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് ഞാനും കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ദേണ്ടേ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കറികൾക്കും നമ്മൾ ജീരകം ഇടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് ജീരകം ഇട്ട് ഞാൻ സെയിം ചിക്കൻ കറി വെക്കുന്ന പാറ്റേണിലാട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചാലാ ഇനി വേറെ രീതിയിൽ വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിനകത്ത് ഞാൻ സവാള, ഇവിടെ കൊച്ചുള്ളി കിട്ടാറില്ല, സവാളയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആക്കി ഞാനൊന്ന് ക്രഷ് ചെയ്തൊന്ന് ഇട്ടു കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ടൊമാറ്റോ പിന്നെ മല്ലിയിലയും കൂടെ ഒരു ടൊമാറ്റോ ഞാൻ എടുത്തു, അതും ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ. അപ്പോൾ ഇവിടുത്തെ മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇവർ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. ഇവർ മല്ലിപ്പൊടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യില്ല. മല്ലി ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. ഇവരുടെ മസാലയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ടുണ്ടാക്കുന്നത് നമ്മുടെ മസാല വെച്ചിട്ടുണ്ടാക്കുന്നത് രണ്ട് ടേസ്റ്റാണ് കേട്ടോ മുളക് പൊടിയുടെ. അപ്പം ഞാൻ അതൊന്ന് ആ മസാല ഒന്ന് കുക്കായി ഒന്ന് എണ്ണ തെളിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മഷ്റൂം ഇട്ടു കേട്ടോ. അതിനകത്തോട്ട് നമ്മുടെ പൊട്ട കൊടുക്കൂ എന്നാണ് പറയുന്നത് ഇതിന്. അതാണെന്ന് തോന്നുന്നു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വെച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചു കഴിഞ്ഞപ്പോൾ ദേണ്ട അസല് ചിക്കൻ കറിയുടെ മണം വരുന്നു, നല്ല അടിപൊളി. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.